ഫലസ്തീനിലെ പ്രതിരോധ സംഘടനയായ ഹമാസിന്റെ സായുധ വിഭാഗം ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ് അബൂ ഉബൈദയുടെ രക്തസാക്ഷിത്വമാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രധാന വാർത്തകളിലൊന്ന്. മറ്റേതൊരു പോരാളി നേതാവിനെയും പോലെ ഏതു സമയവും മരണത്തെ മുന്നിൽ കാണുമെന്ന് ഉറപ്പുള്ളതിനാൽ അബൂ ഉബൈദയുടെ മരണം അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ ഫലസ്തീനിലെ മറ്റ് പ്രതിരോധ പ്രസ്ഥാനങ്ങളെയോ ഞെട്ടിച്ചിട്ടില്ല. ഹമാസിന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായ ഇസ്മായിൽ ഹനിയ, ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ കമാൻഡർ യഹിയ സിൻവാർ ഉൾപ്പെടെയുള്ള നിരവധി ഉന്നതരെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നഷ്ടമായെങ്കിലും ഹമാസിനെ അത് തളർത്തിയിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു അബൂ ഉബൈദയുടെ ഓരോ ഇടപെടലും. ആദ്യം നമുക്ക് ആരാണ് അബൂ ഉബൈദ എന്ന ഹുദൈഫ സമീർ അബ്ദുള്ള അൽ കഹ്ലൌത്ത് എന്ന് നോക്കാം. 2023 ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് ഒരേ സമയം കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തെ തുടർന്ന് ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാന പേരാണ് അബൂ ഉബൈദയുടേത്. ഹമാസിന്റെ ഓരോ നീക്കങ്ങളും മുന്നേറ്റങ്ങളും സംബന്ധിച്ച് വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നത് അബൂ ഉബൈദയായിരുന്നു. ബ്രിഗേഡിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇതുവരെ അബൂ ഉബൈദ മുഖം മറച്ചല്ലാതെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സയനിസ്റ്റ് അധിനിവേശം തകർത്ത ഗസ സിറ്റിയിൽ 1985 അദ്ദേഹത്തിന്റെ ജനനം. കൗമാരപ്രായത്തിൽ തന്നെ അബൂ ഉബൈദ എന്ന ഹുദൈഫ ഹമാസിന്റെ ബ്രിഗേഡിൽ അംഗമായി. ഫീൽഡ് ഓപ്പറേറ്റീവിൽ അംഗമാകുമ്പോൾ പ്രായം വെറും 18 വയസ്സ്. പിന്നീട് 2005 ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ഔദ്യോഗിക വക്താവായി. ആ സമയത്ത് പ്രായം 30. ഖസാം ബ്രിഗേഡിനെ മാധ്യമങ്ങൾക്കും പത്രസമ്മേളനങ്ങൾക്കും പ്രതിനിധീകരിച്ച് 2002 അബൂ ഉബൈദ ആദ്യമായി ഉയർന്നു വന്നത്. ഇസ്ലാമിലെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന അബൂ ഉബൈദത്തുൽ ജറാഹി എന്ന സ്വഹാബിയുടെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഇസ്ലാമിലെ ആദ്യ ഖലീഫമാരായ ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ എന്നിവരുടെ ഭരണകാലത്തെ സൈനിക കമാൻഡറുമായി സേവനം ചെയ്ത അബൂ ഉബൈദത്തുൽ ജറാഹ് അസാമാന്യ ധീരതയുടെ പര്യായമായിരുന്നു. അതിനാലാണ് ആ പേര് തന്നെ ഹുദൈഫ സമീർ അബ്ദുള്ള അൽ കഹ്ലൌത്ത് സ്വീകരിച്ചത്. 2005 ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയതിനു ശേഷം അബൂ ഉബൈദയെ അൽ ഖസാമിന്റെ വക്താവായി ഔദ്യോഗികമായി നിയമിച്ചു. പിന്നീട് അദ്ദേഹം ഖസാമിന്റെ മാധ്യമ മുഖമായി മാറി. 2006 ഇസ്രായേൽ സൈനികനായ ഗിലാദ് ഷാലിത്തിനെ പിടികൂടതായി പ്രഖ്യാപിച്ചാണ് അബൂ ഉബൈദ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. 2014 ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒറോൺ ഷൗലിനെ പിടികൂടതായും അദ്ദേഹത്തിന്റെ മൃതദേഹം ഹമാസ് കൈവശം വെച്ചതായും 2014 അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായി സ്വയം അവകാശപ്പെടുന്ന ഇസ്രായേലിന് കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗസ സിറ്റിയിലെ റിമാൽ മേഖലയിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അബൂ ഉബൈദ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. ഒരു അപ്പാർട്ട്മെന്റിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അബൂ ഉബൈദയും കുടുംബവും ഉൾപ്പെടെ എല്ലാ താമസക്കാരും കൊല്ലപ്പെട്ടതായി ഒരു ഫലസ്തീൻ വൃത്തത്തെ ഉദ്ധരിച്ച് സൗദി വാർത്താ മാധ്യമമായ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ സൈന്യം അബൂ ഉബൈദ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ ആക്രമണം നടത്തി അദ്ദേഹത്തെയും അതിനുള്ളിലെ എല്ലാവരെയും കൊന്നതായി ഫലസ്തീൻ വൃത്തങ്ങൾ അൽ അറബിയയോട് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആക്രമണങ്ങളിൽ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ, വ്യോമ നിരീക്ഷണം, ആധുനിക ഇന്റലിജൻസ് എന്നിവ ഉപയോഗിച്ചാണ് സയനിസ്റ്റുകൾ ആക്രമണം നടത്തിയതെന്നും പറയുന്നു. അബൂ ഉബൈദയുടെ മരണം സംബന്ധിച്ച് ഇതുവരെ ഹമാസ് ഔദ്യോഗികമായി പ്രസ്താവന നടത്തിയിട്ടില്ലെങ്കിലും ഹമാസുമായി ബന്ധമുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗസ ആസ്ഥാനമായ ഹമാസ് അനുകൂല മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യമായല്ല അബൂ ഉബൈദയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. എന്നാൽ അപ്പോഴെല്ലാം തിരിച്ചുവന്ന് തന്നെ തൊടാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. പുതിയ വാർത്തയുടെ പശ്ചാത്തലത്തിലും താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രസ്താവന നടത്തുമെന്ന പ്രതീക്ഷയിലാണ് അനുയായികൾ. അബൂ ഉബൈദയെ അനുസ്മരിച്ചും അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ അയവിറക്കിയും അനുയായികൾ പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: സ്വാതന്ത്ര്യത്തിന്റെയും പോരാട്ടത്തിന്റെയും പാതയിൽ രക്തസാക്ഷിത്വം വരിച്ച നൂറുകണക്കിന് നേതാക്കളെ ഫലസ്തീൻ ജനത അവരുടെ ചരിത്രത്തിലുടനീളം സംഭാവന ചെയ്തിട്ടുണ്ട്. എവിടെയും ഒരു ശൂന്യതയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല,
ആ സ്ഥാനം ഏറ്റെടുക്കുന്നവർ തങ്ങൾ വഹിച്ച വിശ്വാസത്തിനും ഉത്തരവാദിത്വത്തിനും അർഹരാണെന്ന് കൂടുതൽ കൂടുതൽ തെളിയിക്കാൻ ശ്രമിച്ചു. ഫലസ്തീൻ ഇനിയും നായകന്മാരെ സൃഷ്ടിക്കുന്നത് തുടരും. ധീരതയും ധൈര്യവും അന്തസ്സും സൃഷ്ടിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കില്ല. അബൂ ഉബൈദ അമൂർത്തമോ ധാർമ്മികമോ ആയ ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു ആശയമാണ്. ആശയങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. അധിനിവേശക്കാരനെ കയറുകൾ കൊണ്ട് കഴുത്തു ഞെരിച്ചു കൊല്ലുന്നതുവരെ അവ പൂക്കുകയും വളരുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.